ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോബിൻ. ഇത് മിഷാമാക്സ് ബ്ലോഗ് 18. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തഞ്ചാവൂരുള്ള പൂണ്ടിമാത പള്ളിയിലാട്ടോ. വളരെ മനോഹരമായ ഒരു പള്ളിയാണ്. മാത്രമല്ല ഒത്തിരിയേറെ അത്ഭുതങ്ങളൊക്കെ നടന്നൊരു പള്ളിയാണ്. നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിനടുത്തുള്ള തിരുക്കാട്ട് പള്ളിക്ക് സമീപത്താണ് പൂണ്ടിമാത ബസലിക്ക സ്ഥിതി ചെയ്യുന്നത്. 1622 ഇറ്റാലിയൻ ജെസ്യൂട്ട് മിഷണറിമാരാണ് മാതാവിന്റെ നാമധേയത്തിലുള്ള ഈ പള്ളി സ്ഥാപിച്ചത്. വീരമാമുനിവർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇറ്റാലിയൻ ജെസ്യൂട്ട് മിഷണറിയായ ഫാദർ കോൺസ്റ്റന്റൈൻ ജോസഫ് ബെസ്റ്റിയാണ് ഈ പള്ളി സ്ഥാപിച്ചത്. ആദ്യകാലങ്ങളിൽ ഓലയാൽ മേഞ്ഞൊരു കെട്ടിടത്തിലായിരുന്നു തിരുക്കർമ്മങ്ങളെല്ലാം നടന്നിരുന്നതെങ്കിലും തുടർന്ന് 1714 ഇവിടെ ഒരു പുതിയ പള്ളി പണിയാനുള്ള പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചു. അങ്ങനെ 1718 ഇവിടെ ഒരു നല്ല പള്ളി നിർമ്മിക്കപ്പെടുന്നത്. എന്നാൽ നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന പള്ളി 1964 മെയ് 2 നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു പള്ളിയാണ്. ലൂർദ് സേവ്യർ എന്ന വൈദികന്റെ അത്ഭുത പ്രവചനത്തെ തുടർന്നാണ് ഈ പള്ളി പുതുക്കി പണിതത്. അദ്ദേഹത്തെ അടക്കം ചെയ്തിട്ടുള്ള ഭാഗമാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇനി നമുക്ക് പള്ളിയുടെ ഉള്ളിലേക്ക് കയറാം. ഇവിടെ ഏകദേശം 1000 പേർക്ക് നിന്ന് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടം സജ്ജീകരിച്ചിരിക്കുന്നത്. റോമൻ ശൈലിയിൽ നിർമ്മിച്ച ഈ പള്ളിക്ക് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ച യഥാർത്ഥ കുരിശിന്റെ ചില ഭാഗങ്ങൾ ഇവിടെ തിരുശേഷിപ്പായി സൂക്ഷിച്ചിട്ടുണ്ട്. 1999 ഓഗസ്റ്റ് 3 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ദേവാലയത്തെ ഒരു മൈനർ ബസലിക്കയായി പ്രഖ്യാപിച്ചു. ഈ പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായി വിശ്വാസികൾ കണക്കാക്കപ്പെടുന്ന ഒരു രൂപമാണ് കേട്ടോ ലൂർദ് മാതാവിന്റെ അത്ഭുതകരമായ ഈ രൂപം. ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്ന ലൂർദ് മാതാവിന്റെ 3 രൂപങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് പള്ളിവക മ്യൂസിയത്തിൽ ഒന്ന് കയറാം. യേശുവിന്റെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒറ്റ ഗുഹയ്ക്കുള്ളിൽ ഇവര് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനുള്ളിൽ കയറുന്നതിന് 5 രൂപയുടെ ഒരു പാസ് എടുക്കേണ്ടതുണ്ട്. അതുപോലെ ഈ പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളായി ആഘോഷിക്കപ്പെടുന്നത് ഫെബ്രുവരിയിലെ ലൂർദ് മാതാവിന്റെ തിരുനാളാണ് കേട്ടോ. ഇവിടെ വരുന്ന സന്ദർശകർക്ക് കുർബാനയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ 6-നും 11:15-നും വൈകിട്ട് 5-നും കുർബാനയുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:30-ക്കും അതുപോലെ ഉച്ചയ്ക്ക് 2-നും കുർബാനയുണ്ട്. എല്ലാം തമിഴ് കുർബാനകളാണ്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ ബൈ.